ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് തക്കാമാക്കയിലായിരുന്നു. തക്കാമാക്ക എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, തക്കാമാക്ക ബ്രാൻഡ് ഇപ്പം നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആണ്. അപ്പോൾ ഇന്ന് സുരേഷിൻ്റെ ഓഫായിരുന്നു. അപ്പം ഞാനും സുരേഷോട് ഒരുമിച്ചായിരുന്നു ഞങ്ങളിന്ന് പോയത്. അപ്പോൾ പക്ഷേ നമ്മൾ ബസ്സിന് കയറി ഈവനിങ് എനിക്ക് ആഫ്റ്റർനൂൺ ഒരു 3:30-4 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ മെയിൻ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. 2 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നതായിരുന്നു. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ഷീണം അത്രയ്ക്ക് അറിഞ്ഞില്ല. എന്നാൽ തന്നെ അല്പം നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നമ്മുടെ നാട്ടിൻപുറം പോലെ നോക്കിയേ, എന്താ ഭംഗി. ഒരു സൈഡ് ഈ വാഴ നോക്കിയാൽ ശരിക്കും ഇതൊരു വാഴത്തോട്ടമാണ് ഫുള്ളായിട്ട് ഈ ഒരു സൈഡ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡാണ് ചെറിയൊരു മല ഇറക്കമാണ് കുത്തനെ. നോക്കിയേ, നമ്മളെന്താണ് കുക്കോ പോലൊരു ഇതാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ നടക്കണമായിരുന്നു. അപ്പം സുരേഷ് ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണിക്കുകയാണെന്ന്, നമ്മുടെ നാട് പോലെ തന്നെ, നമ്മുടെ കേരളം പോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ കാണുമ്പോൾ ഞങ്ങളിന്ന് വിക്ടോറിയയിലോട്ട് ആദ്യം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷേ നല്ല വെയിലായിരുന്നു. നമ്മൾ ആ ഒരു ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തെ ആകെ ടയർഡും, പിന്നെ ട്രാഫിക്കും ആയിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചെത്തില്ല. ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടില്ലേ, നല്ല രസമുണ്ട്. കാരണം വെച്ചാൽ വീടിന്റെയും, കാരണം വെച്ചാൽ ഇവിടെ എല്ലാ വീടുകളും ഈ തട്ട് പോലെയാണ്, കാരണം വെച്ചാൽ മലയുടെ ഓരോ സൈഡിലായിട്ട്. പിന്നെ ഇവിടെ ഇപ്പം നടന്നു വന്ന ഈ ഒരു പോർഷനിലത്തെ അത്യാവശ്യം നല്ല എന്താണ് ഒരു തണുപ്പുള്ളത്. കാരണം വെച്ചാൽ ഇവിടെ 2 സൈഡിലോട്ടും മരം ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുവാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടെ നല്ല നല്ല വ്യൂ പോയിന്റ് ആണ്. ഞാനപ്പോൾ ഇവിടെ സുരേഷും ഞാനും ഞങ്ങൾ ഇവിടെ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. കാരണം വെച്ചാൽ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം എൻ്റെ വൈഫ് വന്ന സമയത്ത് ഇവിടെ തക്കാമൊക്കെ വന്നായിരുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൂടാതെ തന്നെ എന്താണ് അവിടുത്തെ ബീച്ച്, നമ്മുടെ ഈ അൻസിറോയിലോ അല്ലെങ്കിൽ നമ്മളിപ്പം ബുവാലോ ബീച്ചിൽ പോയി ആ ഒരു ഇതല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറം പോലെ തന്നെ നല്ല വേവ് ആണ്. നമ്മുടെ നാട്ടിലെ കടലിലെ വേവ് പോലെ നല്ല വേവ് ആണ്. പിന്നെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പം വരുവാണെങ്കിൽ ഇവിടെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ തക്കാമാക്ക് ഈ റൂട്ടിലോട്ട് വരുന്നവർ, ഞങ്ങളിപ്പം ബസ്സിനാണ് വന്നത്, വണ്ടിയിൽ വരുന്നവർക്ക് ഓക്കെ, അവർക്ക് പോയി മേടിക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ഒരു റിസോർട്ടാണ് തക്കമാക്കയിൽ. ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നുന്നെങ്കിലും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പല പല ചെറിയ ചെറിയ റിസോർട്ടുകൾ, അതായത് ഈ വില്ല പോലെ ചെറിയ ചെറിയ ഇതാണ് വരുന്നത്. അപ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബീച്ചാണ്. അത് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം. നല്ലൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ കടലിനോട്ട് ഇറങ്ങി കിടക്കുവാണ്. അത് ഇവർക്കൊരു ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കാണെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഗസ്റ്റുകൾക്കാണെങ്കിലും നല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്റർടൈൻമെന്റ് ശരിക്കും ഇവിടെ ഉണ്ട്. അപ്പം അത് ഞാൻ സുരേഷ് ഇങ്ങനെ പറഞ്ഞതായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ ഫൈനലി നമ്മളുടെ ഇത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, തക്കാമാക്ക ബീച്ചിലോട്ടുള്ള ഒരു. കാരണം വെച്ചാൽ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. എന്നാൽ നമ്മൾ നോക്കിയാൽ നല്ല മണല്, കാരണം ഗസ്റ്റ് ഒക്കെ പോകുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതിപ്പം ഇവിടെ ഉണ്ട് താനും. അത് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഇവര് എന്റർടൈൻമെന്റ് നല്ലൊരു ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് കടലിന്റെ, നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ കടലിന്റെ ആ ഒരു ഇത് ഫീൽ ചെയ്യണമെങ്കിൽ ഇവിടെ വരണം. കാരണം വെച്ചാൽ അതുകൊണ്ട് നല്ല വേവാണ്. അതുകൊണ്ട് തന്നെ അവിടെ വാർണിംഗ് അവർ എഴുതിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷനും കാര്യങ്ങളും എഴുതി അവർ ആ ബോർഡിൽ കാണുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി. ഞങ്ങൾ ഇറങ്ങിയില്ല കടലിൽ, ഞങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ വന്നു. അതുകൂടാതെ ഇവിടെ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് കണ്ട റിസോർട്ടിന്റെ അവിടെ ആമയുണ്ട്. അപ്പം അതായത് നല്ല വലിയ സൈസിലുള്ള. അപ്പൊ അതും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അതൊരു സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് അതിനെക്കുറിച്ച് അറിഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ആ സ്പൈസ് ഗാർഡനിൽ പോയപ്പോൾ കണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാനിവിടെ വൈഫായിട്ട് വന്നപ്പോൾ നമ്മളത് അറിയില്ലായിരുന്നു, ഞങ്ങൾ കണ്ടില്ലായിരുന്നു അന്ന്. പക്ഷെ ഈ ഒരു വഴി നോക്കി, ആ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് ചെറിയൊരു ഇടുങ്ങിയ വഴി. അവിടെ സുരേഷ് ഒരു കാര്യം നോട്ടീസ് ചെയ്ത്, അവിടെ ആ ഒരു മരം, ഞാനിപ്പോൾ അത് സൂം ചെയ്ത് ഞാൻ കാണിക്കാം. അവിടെ നിൽക്കുന്ന ഒട്ടുമിക്ക മരങ്ങളുടെ എന്ന് പറഞ്ഞാൽ വേര് ഇങ്ങനെ മുകളിലായിട്ടാണ്. നോക്കിയേ, അതൊരു വല്ലാത്തൊരു ഇതാണ്. കാരണം നമ്മുടെ എന്താ പറയാ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കണക്ക് ഈ ഇപ്പൊ എവിടാണ് നമ്മൾ പറയുന്നത്, ഈ കണ്ടൽക്കാടുകളോ അല്ലെങ്കിൽ ആ ഒരു, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പറയുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോയി. ഇതാ നമ്മുടെ മെയിൻ ബീച്ചിന്റെ ആ ഭാഗത്തോട്ട് പോകുന്ന വഴിയാണിത്. അതായത് കടലിന്റെ സൈഡിൽ കൂടെയുള്ള ബീച്ചിലോട്ട് പോകാനുള്ളത്. ഇവിടെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. വണ്ടി നമ്മൾ ആ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന അവിടെ പാർക്ക് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് കുറച്ച് നടക്കണം, ഒരു 5 മിനിറ്റ് നടക്കണം മുന്നോട്ട്. അവിടെ നടന്നു കഴിയുമ്പോൾ നോക്കാന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ബീച്ച് ഗ്രൗണ്ട്. അവിടെ ഈ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു നമുക്ക് അവിടെ ആ കടലിന്റെ ആ ഒരു ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അവിടെ ഇരുന്ന്. എന്നാൽ തന്നെ ഇതിന്റെ സൈഡുകളിൽ ചെറിയ മരങ്ങളുണ്ട്. ആ കാണുന്ന തക്കാമക്കയുടെ ഒരു മരമാണ്. അതിന്റെ താഴെയൊക്കെ ഗസ്റ്റ് റെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബീച്ചിന്റെ ഒരു ഭാഗം, ഗ്രൗണ്ട്. അവിടെ ഇപ്പൊ നമുക്ക് കാണാൻ നോക്കിയാൽ നല്ല വ്യൂ അല്ലേ. അവിടെ ഒരുപാട് ഗസ്റ്റ് അവിടെ കാണാൻ കഴിഞ്ഞാൽ കിടന്ന് അവർ ആ ഒരു നമുക്കറിയാലോ, യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഈ നട്ടുച്ച വെയിലത്തായാലും അവർ കിടന്ന് അതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കിടക്കും.
കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു എന്താണ് അവരുടെ ഒരു ഏറ്റവും വലിയൊരു എന്റർടൈൻമെന്റ് ആണ്. നോക്കി, ഒരു ഗസ്റ്റ് അവിടെ നിന്ന് ഉണക്ക് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു, അതിവിടെ രണ്ടുപേരും ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല രസമായിരുന്നു കാണാന്. അന്നേരമാണ് നമ്മൾ ഈ കാണുന്ന ഈ ആമയുടേത്. സുരേഷ് ആണെങ്കിൽ നേരെ അന്നേരത്തേക്ക് ഇങ്ങോട്ട് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. പുള്ളി ഇവിടെ വന്നപ്പോഴത്തേക്കും പക്ഷെ പുള്ളിയാണ് ഇത് നോട്ട് ചെയ്തത്. കാരണം വെച്ചാൽ ഇവിടെ ആമയുണ്ടെന്നുള്ള ഒരു കാര്യം പുള്ളിയാണ് എൻ്റെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞത്. കാരണം വെച്ചാൽ പുള്ളി അടുത്ത് ആരും ഇൻഫോം ചെയ്തായിരുന്നു. എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഞാനിപ്പോൾ തന്നെ ശ്രീയെ വിളിച്ചു പറഞ്ഞു പിന്നെ ഉണക്ക് ഇവിടെ ആമയുണ്ടെന്ന്. കാരണം വെച്ചാൽ ശ്രീ വന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഉണക്കിനൊന്നും കണ്ടില്ലായിരുന്നു. സുരേഷ് എന്നെ ഇങ്ങനെ തലോടി കളിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഞാൻ തൊട്ടില്ല, കാരണം എനിക്ക് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇതെങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇതാ കിടക്കുന്ന എല്ലാം വലിയ ആമയാണ്, നല്ല സൈസാണ്. അതുകൊണ്ട് ഇവിടെ സുരേഷ് തടയിക്കൊണ്ട് ഞങ്ങൾ നടന്നു പോയി. അപ്പൊ അടുത്തേനെ പോയി സുരേഷ് തടയുകയാണ്. നോക്കിയേ, എന്ത് സൈലന്റ് ആയിട്ട്, എന്ത് ക്യൂട്ടായിട്ട് കിടന്നു കൊടുക്കുന്നത്. കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. നേരെ ബീച്ചിന്റെ അവിടെ കുറെ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ടൈം. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറേ നേരം ഞങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഇവിടുന്ന് ബസ് തിരിച്ചു പോകാം. ചില സമയങ്ങളിൽ ബസ് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഈവനിങ് ടൈം ആകുമ്പോൾ ബസ്സിൻ്റെ ഇത് കുറയും. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു മരത്തിന്റെ താഴെ ചെറിയൊരു പാറകൾക്കിടയിൽ ചെറിയൊരു ഗുഹ പോലെ ഇങ്ങനെ. അതൊരു വല്ലാത്തൊരു ഇതാണ്. കാരണം വെച്ചാൽ ആ മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അത് ചുറ്റും ഇട്ടേക്കുന്നതാണോ അതോ മരം അതിന് മേളിൽ കിളിച്ചാണോ എന്തോന്ന് അറിയില്ല. സുരേഷ് അവിടെ നിന്ന് ഇങ്ങനെ കുറേ വീഡിയോസും ഒക്കെ എടുത്തു ആ മരത്തിന്റെയും. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വിട്ടേതായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ നേരെ റോഡിലോട്ട്, ഇവിടുന്ന് കാണാൻ വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലോട്ട് ഇച്ചിരി നടക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിൽ നിന്ന് കാരണം വെച്ചാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമുക്ക് ഡൗട്ടാണ് ഈ ബസ് എപ്പം വരുമെന്ന്. പക്ഷെ ബസ് അധികം ലേറ്റ് ആയില്ല, പെട്ടെന്ന് തന്നെ വന്നു. ഞങ്ങളുടെ അടുത്തൊരു പുള്ളി ഉണ്ടായിരുന്നു, ആ പുള്ളി വന്ന് ബസ് ഇപ്പം വരുമെന്ന്. അങ്ങനെ നേരെ ബസ് എത്തി. ഞങ്ങൾ ബസ്സിലോട്ട് ചാടി കയറി. ഇത് ബസ്സിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, നിങ്ങൾ നോക്കിയേ. കാരണം നല്ല രസമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ, പക്ഷെ എന്നാൽ തന്നെ ആണെങ്കിലും ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട. കാരണം വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യും, അത് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിരുന്നത്. അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവർ എപ്പോഴും ആ ഒരു ഡ്രൈവർ എപ്പോഴും ഇതിനകത്തിരിക്കുന്ന ആ ഒരു നമ്മളെ എപ്പോഴും ഒന്ന് എന്താണ് അവരെപ്പോഴും ഒന്ന് നമ്മളെ ഒന്ന് പ്രയോറിറ്റി തരും. കാരണം വെച്ചാൽ നമ്മൾ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സീറ്റ് നമ്മൾ ഇരുന്നതിന് ശേഷം മാത്രമേ അവർ എടുക്കാറുള്ളൂ. പക്ഷെ വേറൊരു കാര്യം, ഇവിടുത്തെ സ്പീഡ് ബസ്സിൽ നല്ല സ്പീഡായിരുന്നു. നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ തന്നെ കാണാം. ഒന്നാമത്തെ കാര്യം, ഒരു സൈഡ് കടലാണ്, അത് ചെറിയ റോഡാണ്. ഈ ഒരു യാത്ര വളരെ ചെറിയ റോഡ്. അപ്പൊ ഞാനിങ്ങനെ നോക്കും, ഞാൻ കുറെ വീഡിയോ എടുത്തു കാരണം വെച്ചാൽ ബസ്സിനകത്തിരുന്ന് വെച്ച്. ഞാൻ ഇനി വരുന്ന വീഡിയോകൾ ഞാനത് ഇടുന്നതായിരിക്കും എൻ്റെ വീഡിയോയിൽ. കാരണം ഒരു എന്താണ് നമുക്ക് ഞാൻ കുറെ ആസ്വദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിന്റെ നല്ല രസമാണ്. അതിലൂടെ തന്നെ ഉള്ളൊരു ഇതുണ്ട്, ഈ ഒരു സ്പീഡ് പുള്ളി പോകുന്നത് ചെറിയ സ്പീഡാണ്, നല്ല അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അതോ ഫുള്ള് ടേണിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഫുള്ള് ടേണിങ്. ആ ഒരു ഇതാണ്ട് അതിൻ്റെതായ ഒരു നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഞാനിങ്ങനെ മാക്സിമം ഇതിനകത്തിരുന്ന് നമ്മൾ ആസ്വദിച്ചു. കാരണം വെച്ചാൽ കടലിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് എത്തി. കാരണം വെച്ചാൽ റോഡ് വലിയ തിരക്കില്ല. ഈ തക്കാമാക്കിക്കോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മൾ റോഡിന് വലിയ തിരക്കില്ല. വിക്ടോറിയ ഭാഗത്താണ് കൂടുതലും തിരക്കുള്ളത്. അപ്പം പിന്നെ ഫൈനലി നമ്മുടെ ആ ഒരു പോയിന്റ് എത്താറായി. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയാണ്. പിന്നെ നമ്മുടെ അവിടുത്തെ സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് റോഡ് സൈഡിൽ നല്ല അഡ്ഡാറ് വലിയ മീൻ വിൽക്കുന്നത്. നേരെ അവിടെ വന്ന് സുരേഷിന് ഉണക്കിന്റെ റേറ്റ് ഒക്കെ തിരക്കി. 250 രൂപയാണ് ഇവർ പറയുന്നത്, സ്പെഷ്യൽ റുപ്പീസ് 250 രൂപയാണ് പറയുന്നത്. പുള്ളി എടുത്തിങ്ങനെ കാണിക്കും. പുള്ളി പറയുന്നു ഉണക്ക് ഇത് എടുക്കുക, നല്ല ലാഭമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ മീനാണ്. കാരണം സത്യമാണ്, കാരണം സംഭവം നമുക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ വലിയ പ്രൈസ് ഒന്നും അല്ല. പുള്ളി എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കാം. പുള്ളി ഇങ്ങനെ എടുത്ത് കാണിക്കും, നോക്കി സൈസ് നോക്കി, നല്ല ഫ്രഷ് സാധനമാണ് കടലിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നത്.
സുരേഷ് ഇങ്ങനെ വിലയൊക്കെ തിരക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സുരേഷ് ഇതിന് 2 ദിവസം മുമ്പ് മേടിച്ചേ ഉള്ളു. എല്ലാവരും അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.